Hi all. ഞാൻ Aki. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കണ്ട. അപ്പോൾ കുറേയായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാറൊക്കെ എടുത്തിട്ട് ട്രിപ്പൊക്കെ പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. കാർ എടുത്ത് കഴിഞ്ഞിട്ട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അതെന്തൊക്കെയാണ് തിരക്കെന്നുള്ളത് കാണിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഞങ്ങളെ കൊണ്ട് നടന്നില്ല ഈ കാര്യങ്ങളൊന്നും. ജോലിയുടെ ഓട്ടവും പിന്നെ ജോലി മാറി, അങ്ങനെ വീട് മാറി, അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. കാനഡയിൽ വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പോയത് 1 വർഷം. കാരണം അമ്മാതിരി തിരക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ നമ്മൾ വലുതായിട്ടാണോ ഉത്തരവാദിത്തം വന്നിട്ടാണോ അത് ഇനി കാനഡയിൽ വന്നുകൊണ്ടാണ് ഇത്രയും ബിസി ആയതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല തിരക്കായിരുന്നു, അതിനോണ്ട് ക്ഷമ. പക്ഷെ ഞങ്ങൾ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും ഒരു 1 ഡേ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. 1 ഡേ ഒക്കെ എടുത്തിട്ട് ഇതുവരെയും ഞങ്ങൾ മാത്രമായിട്ട് ഒരു ട്രിപ്പ് എവിടേക്കും, ഞങ്ങൾ മാത്രമായിട്ടൊന്നുമല്ല, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒരു ട്രിപ്പ് എവിടേക്കും പോയിട്ടില്ല. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മീറ്റപ്പ് ഉണ്ടാവും, അതല്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല. അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ടു. ഇന്നാണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് 1 ഡേ ഞങ്ങൾ ഒരുമിച്ച് ഉള്ളത്. അപ്പം എന്തായാലും ഞങ്ങൾ മാക്സിമം ഇനിയിപ്പോൾ ഒരുമിച്ചുള്ള ഡേ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അന്നത്തെ ദിവസം എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോയിട്ട് സ്ഥലങ്ങൾ കാണിക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും. അപ്പൊ ഇന്ന് നമ്മൾ മാറി തുടങ്ങി, തണുപ്പായി തുടങ്ങി. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 10 ഡിഗ്രി കണ്ടെന്നാണ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് നമ്മൾ ഒരു 1 ഡേ ട്രിപ്പായിട്ട് ഒരു 235 കിലോമീറ്റർ ഉള്ള ഒരു ലോങ് ഡ്രൈവാണ് പോണത്. മസ്കോക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോണത്. അവിടെ ചെന്നിട്ട് എന്തൊക്കെയാന്നുള്ളതെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. മെയിൻ ആയിട്ട് ഫോൾ കളേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഇപ്പോൾ ഇവിടെ ഫോൾ സീസൺ ആണ്. സെപ്റ്റംബർ ഒക്ടോബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾ സീസൺ ആണ്. ഇനി നവംബർ ഡിസംബർ ഒക്കെ നമ്മൾക്ക് വിന്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതിയെ ആ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നാലും ആ സമയത്ത് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ അപ്പം കാണിച്ചു തരണേക്കുള്ളൂ എന്തായാലും. അപ്പം ഇപ്പം നമുക്ക് പോയിട്ട് ഫോൾ കളേഴ്സ് കാണാം മാക്സിമം. അപ്പോൾ ഈ 200 ചില്ലാനം കിലോമീറ്റർ ഉള്ളതും നോർത്ത് സൈഡിലേക്കാണ്. ഞങ്ങളുള്ളത് ഒരു സൗത്ത് ഈസ്റ്റ് സൈഡിലായിട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇതുവരെ ഒന്നും പോയിട്ടില്ല നമ്മൾ വണ്ടി എടുത്തിട്ട്. അപ്പോൾ പോണ റൂട്ടും പിന്നെ ഇന്നത്തെ ഫുൾ ഡേ എങ്ങനെയാണെന്നും അവിടെ ചെറിയ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം പ്രിപ്പയർഡ് ഒന്നുമല്ല, അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. ഇപ്പം നേരം 5:30 കഴിഞ്ഞ്. രാവിലെ 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. ഉറങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊന്നും പറയണില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ സെറ്റായി കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തു. ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ചായതുകൊണ്ടേ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ ഗൈസ്. പറഞ്ഞു സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. കം ഓൺ. സോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ പരിപാടി പോയിട്ട് പെട്രോൾ അടിക്കുക എന്നുള്ളതാണ്. ആകെ ഒട്ടുമില്ല, 150 കിലോമീറ്റർ ഇനി വണ്ടി ഓടുള്ളൂ മാക്സിമം. അപ്പൊ എന്തായാലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേക്കാം. എന്നിട്ട് പട്ടണോടത്തൊക്കെ ഇന്നുകൊണ്ട് പോയി വരാന്നുള്ള പ്ലാനാണ് എന്തായാലും. നാളെ വന്നിട്ട് പണിക്കോട്ടോ, അതുകൊണ്ട് ഇന്നലെ തിരിച്ചു വരും എന്തായാലും. പിന്നെ സാഹചര്യങ്ങൾ പോലെ ഇപ്പൊ എന്തായാലും പെട്രോൾ അടിക്കാം. നമ്മളിതാ പെട്രോൾ അടിക്കാൻ വേണ്ടി എസ്ഒയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ വന്ന് പെട്രോൾ അടിക്കണം. നാട്ടിലെപ്പോഴും ചെയ്ത് അടിച്ചു വരുന്നു. ബാധ്യതകളുടെ ലിസ്റ്റ് മാത്രമേ $65 41 ലിറ്റർ ഫുൾ ടാങ്ക് ഉണ്ടാവും. എന്തായാലും ഒരു 550 കിലോമീറ്റർ ലോങ് പോടാൻ അതിലും കൂടുതൽ റേഞ്ച് കിട്ടും. നമുക്ക് നോക്കി നോക്കാം എന്തോരം കിട്ടും. ഇന്ന് മൈലേജ് ടെസ്റ്റും കൂടെയാണ് വണ്ടിയുടെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഈ രാത്രിയിലത്തെ കാഴ്ച ഞങ്ങൾ കാണിച്ചു തരില്ല, കാരണം ഇരുട്ടാണ്. കുറച്ചങ്ങോട്ട് നേരം വെളുത്ത് കഴിയുമ്പോൾ ഞങ്ങൾ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. സോ ഇത് ഏകദേശം നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മ ഇനിയിപ്പോ ബാക്കി ഒരു 136 കിലോമീറ്ററും ഉണ്ട്. ഏകദേശം ഇപ്പൊ 88.4 കിലോമീറ്റർ നമുക്ക് ഓടി. ഈ ഒരു പള്ളി സൈഡില് നല്ല അടിപൊളി വഴിയാണ്ടാ. എന്ന് പറഞ്ഞാല് റോഡിൽ വലിയ വണ്ടിയൊന്നുമില്ല. പിന്നെ രാവിലെ ഒക്കെ ആയതുകൊണ്ട് തിരക്കില്ല ഒട്ടും. നല്ല വിശാലമായിട്ട് പാട്ടൊക്കെ കേട്ട്, നല്ല മരങ്ങളും നല്ല ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മ ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ എന്തായാലും കാനഡയിൽ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബാക്കി ഇതേപോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം. 7:15 ഇത്രയും വെട്ടം വന്നിട്ടുള്ളൂ. തണുപ്പായതുകൊണ്ടാണ്. ഈ സമയത്ത് സമ്മർ ആണെങ്കിൽ 6 മണി 5:30 ആകുമ്പോഴേക്കും നേരം വെളുത്താൻ ഇവിടെ എന്തായാലും. ഇതിപ്പോ ഇനിയിപ്പോ വിന്റർ ആയതുകൊണ്ട് ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും പ്രോപ്പർ വിന്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വെളുക്കില്ല, ഇരുട്ടായിരിക്കുള്ളൂ. അതേപോലെ 4 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവുകയും ചെയ്യും. പകല് കുറവായിരിക്കുള്ളൂ. പകല് കുറവും രാത്രി കൂടുതലും. നമുക്കതാണ് ഇഷ്ടം. അപ്പൊ അതേ നമ്മളൊന്ന് നൈസായിട്ട് ഒരു കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു.
വെച്ച് നമ്മുടെ ഇവിടത്തെ ചായക്കടയായ കാപ്പി ടിം ഹോട്ടൻസിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. നമ്മൾ പ്രോപ്പർ ടിമ്മൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇവിടെ പക്ഷെ എവിടെ പോയാലും ടിം ഹോട്ടൻസ് ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകാം. കാരണം ഇവിടത്തെ ഒരു കാപ്പിയും മഫിൻസും മതി നമുക്ക്. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ വാനിച്ചിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ഞാനാണ് ഇട്ടോ നടന്നത്. എന്തായാലും നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് ബാക്കിയുള്ള യാത്ര തുടങ്ങാം. ഇരുട്ടായതുകൊണ്ട് വലിയ കാഴ്ച ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് നല്ല ഉറക്കം വരണ്ടായിരുന്നു. ചായക്കടയിൽ നിന്ന് ചായ വാങ്ങിച്ചതിന് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് സെക്യൂരിറ്റി റീസൺസ്. ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമാണോ കാശ് നിൽക്കണമെന്ന് അറിഞ്ഞൂടാ. അതല്ല സ്വർണ്ണക്കടത്തുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പല സ്ഥലത്ത് പല നിയമങ്ങളാ. കാലം മുന്നോട്ട് പോയത് അറിഞ്ഞില്ലേന്നാവോ അതോ ഇവരൊന്നും അങ്ങോട്ട് എത്തിയില്ലേന്നാവോ ഇങ്ങോട്ടേക്ക് ഇച്ചിരി വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന്. എന്തായാലും വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ ഡിം കാണിച്ചാൽ നോക്കിയാൽ അപ്പൊ 2 ചായ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ക്രോസാൻഡും പിന്നെ ഒരു ഡോണറ്റും. ഓക്കെ, അപ്പൊ വണ്ടി കയറുന്ന കഴിക്കാം. എന്തായാലും അവരെ കടയിൽ കയറുന്ന കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് വേറെ എന്തെങ്കിലും നിയമം. നമ്മുടെ കുട്ടപ്പനാന്ന് പറയാം, ഇവനാണ് നമ്മുടെ മെയിൻ. ചായ സ്ട്രോ വെച്ച് കുടിക്കണ പിശാചിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കഷ്ടപ്പെട്ട് രാവിലെ ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ചൂട് ചായയില് സ്ട്രോ ഇട്ട് കുടിക്കണ്. കാപ്പിയില് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടാ. വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. വെട്ടം അധികം ആയിട്ടില്ല, വെട്ടമായി വരണുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്ലാരിറ്റി കുറവുണ്ടാവും. വണ്ടി ലൈറ്റ് ഇട്ട വലിയ വിഷയമില്ല. ഞാൻ എന്റെ വാങ്ങിച്ച സാധനം കാണിച്ചുതരാം. ഞങ്ങൾ എന്തായാലും ഇതൊക്കെ കഴിക്കട്ടെ, കണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഉള്ളിലേക്ക് പെട്ടെന്ന് ഒരു വഴി കണ്ടിട്ട് വെറുതെ കേറി നോക്കിയാണ്. ഭയങ്കര രസം. ഫുള്ള് കാടാണ് കേട്ടാ. പിന്നെ കളേഴ്സ് നോക്കിയ മരത്തിന്റെ ഒക്കെ ഫുള്ള് മഞ്ഞപ്പും രക്ഷയില്ലാത്ത വഴി. ഇത് എങ്ങോട്ടാ പോണെന്നൊന്നും അറിഞ്ഞൂടാ. മാപ്പൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഞങ്ങൾ വെറുതെ ഒന്ന് കുറച്ചുള്ളിലേക്ക് കയറി നോക്കിയാണ്. ഇനി ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് തെറി പറയുന്നൊന്നും അറിയില്ല എന്തായാലും. പക്ഷെ നല്ല അടിപൊളി സ്ഥലം. ഇവിടെ ഇട്ട് വണ്ടി അങ്ങനെ വളയ്ക്കുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടണുള്ള. എന്തായാലും അധികം ഉള്ളിൽ പോവാണ്ടിരിക്കണേ എനിക്കുള്ള ബെറ്റർ എന്നാ തോന്നണത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ടെമ്പിൾ, ഇങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി വളച്ചിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാട്ടോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നല്ല. പോണ വഴിക്ക് വെറുതെ മാപ്പിൽ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് കയറി നോക്കിയത്. കിടിലൻ സ്ഥലത്തിന്റെ പേരൊന്നും അറിഞ്ഞൂടാ. നമ്മ ആദ്യം പോണ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം ഒരു 30 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അതൊരു ടവർ പോയിന്റ് ആണ്. മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഞാനപ്പോ എന്തായാലും ഇവിടത്തെ വ്യൂ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ശരിക്കും നമ്മള് ലാപ്ടോപ്പിലും നമ്മുടെ സിസ്റ്റത്തിലൊക്കെ വാൾപേപ്പർ ഇല്ലേ, ആ സാധനം നേരിട്ട് കാണുന്ന ഫീൽ. ഒരു ലേക്കാണ് ഇത്. ലേക്കും പിന്നെ ഇഷ്ടംപോലെ എനിക്ക് തോന്നുന്നു ബോട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല ഞാൻ നോക്കിയിട്ട്. ഉറങ്ങി എനിക്ക് കഴിഞ്ഞിട്ടാണ്. പക്ഷെ ടൈം ഏകദേശം 8:30 ആ ടൈം ആവാനായി. നല്ല സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ കിടക്കണ്ട. എല്ലാ സ്പീഡ് ബോട്ട് കാര്യങ്ങളാ, മറ്റേ ജെറ്റ് സ്കീ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കണത്. വെള്ളത്തിന് മുകളിൽ കൂടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആയിട്ടേക്കണവർ. എനിക്ക് തോന്നുന്നു ഈ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടേക്കണെന്ന് തോന്നുന്നുണ്ട്. കിഡിലൻ. ഇതിനാണ് ഫോൾ കളേഴ്സ് എന്ന് പറയുന്നത്. മരങ്ങളുടെ കളർ കണ്ട കിടിലൻ സ്ഥലം. ഹരി, എന്തെങ്കിലും പറയാനുണ്ടോ ഹരി താങ്കൾക്ക്? ഇങ്ങനെ ഫുൾ കളർഫുൾ ആയതുകൊണ്ട് മൈൻഡ് ഇപ്പൊ ഭയങ്കര കളർഫുൾ. നമ്മള് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. അയ്യോ, കിഡിലൻ എന്നൊക്കെ പറഞ്ഞ കിഡിലൻ വഴി. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഒരു 4-5 ഡിഗ്രി
തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അധികം നേരം പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല. പക്ഷെ റോഡ് കാണണം, റോഡും വഴിയും കാണണം. ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ മഞ്ഞ ചുവപ്പ, അതെ, കണ്ണുകൊണ്ട് കാണുന്ന ഒരു കുളിർമില്ലേ, ഓ അടിപൊളി, അത്രയ്ക്ക് അടിപൊളി വഴി, ഒരു രക്ഷയില്ല. സോ ഗൈസ്, ദേ നമ്മ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയ ഡോർസെറ്റ് ലുക്ക് ഔട്ട് ടവർ എന്നും പറഞ്ഞിട്ട് ഒരു ലൊക്കേഷനിലാണ് വന്നേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടവറാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് മൊത്തം കാണാൻ പറ്റും. അപ്പൊ ആദ്യത്തെ അതിന്റെ ഒരു എൻട്രി കഴിഞ്ഞ് ഇവിടെ നിന്നുള്ള, അപ്പൊ ആ എൻട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് കാണാൻ വേണ്ടി റിസർവേഷൻ ചെയ്യണമായിരുന്നു. പക്ഷെ നമ്മ വന്ന ടൈം നല്ലതായതുകൊണ്ട് റിസർവേഷൻ ചെയ്യണ്ട, നമുക്ക് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് അടിയിൽ വണ്ടി പാർക്ക് ചെയ്യുന്നെങ്കിൽ $6 കൊടുത്താൽ മതി പെർ പേഴ്സണ്. അതല്ല, നമ്മ ഇനി മുകളിലേക്ക് പോയിട്ട് സെക്കൻഡ് ഗേറ്റിന്റെ അവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് $18 അങ്ങാണ്ട് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട് പെർ പേഴ്സണ്. നമ്മളെന്തായാലും താഴെ പാർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്തായാലും മുകളിൽ വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇനി ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരും. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ അങ്ങനെ നെറ്റിൽ നോക്കിയപ്പോ കിട്ടില്ലം വ്യൂ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇത് എടുക്കാനുള്ള സമയം ഞാൻ എന്തായാലും റിസർവേഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. No, I don't have a reservation. അപ്പൊ അതേ ആകെ പാർക്ക് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, ഡോർസെറ്റിന്റെ ഒരു ഓവർവ്യൂ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിക്കോ. സോ അങ്ങനത്തെ രണ്ടാമത്തെ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ പെർ പേഴ്സൺ അല്ല കേട്ടാ, ഒരു കാറിനാണ് $18. ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, വേർത്തായിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നു. അവിടെ കണ്ട ടവർ, ആ ടവറിന്റെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് തിരക്കുണ്ട്. കാരണം ലോങ് വീക്കെൻഡ് ആണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഉണ്ടാവും, എല്ലാ രാജ്യത്തുനിന്നുള്ള ആൾക്കാരുണ്ടാവും. മോളിൽ നിന്നുള്ള നല്ല കിടിലും വ്യൂസ് നമുക്ക് കണ്ടുനോക്കാം. ദേ ഗൈസ്, അപ്പൊ ചെറിയൊരു വ്യൂ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് നോക്കി, ഇത് ഫോട്ടോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാ. ഫുള്ളാ മരങ്ങൾ കണ്ടോ. നമ്മുടെ നാട്ടിൽ പച്ചപ്പ് മാത്രമല്ലേ കാണുള്ളൂ. ഞാൻ നോക്കിയിട്ട് 80% ഫോൾ കളർ ആയി കഴിഞ്ഞിട്ടാ ഈ ടൈം ആയപ്പോഴേക്കും. കുറെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. ടവറിലേക്ക് കയറണമെങ്കിൽ നല്ല ഡാർക്ക് ക്യൂ ആണ്. ആ ക്യൂ ഇപ്പോഴേ പോയി നിൽക്കാല്ലേ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ആൾക്കാർ കൂടുള്ളൂ, കാരണം ടൈം അധികം ആയിട്ടില്ല. അപ്പൊ എല്ലാരും വരുന്നേ ഉണ്ടാവും, വന്നു തുടങ്ങുന്നുള്ളൂ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം പോയി ക്യൂ നിന്നിട്ട് മേലത്തെ വ്യൂ ഞങ്ങൾ കാണിച്ചു തരാം. You set your own risk. നല്ല ഹൈറ്റ് ഉള്ള ടവറാണ് കേട്ടോ. നല്ല കിഡിലൻ വ്യൂ കിട്ടുമെന്നാണ് തോന്നുന്നത്. കിട്ടിയാൽ മതിയിരുന്നു ഗായ്സ്. സോ ഗായ്സ്, നല്ല കനങ്കിയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. ആൾക്കാർ കണ്ടിറങ്ങാൻ വേണ്ടി ടൈം എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കാം നമുക്ക്. എന്തായാലും നല്ല തണുപ്പുണ്ട്. അത് ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. കൈ പോക്കറ്റിലിട്ട് നടക്കാം. ഞാൻ എന്തായാലും ക്യൂ ബാക്കിയുള്ള മുകളിലേക്ക് കയറിയിട്ടുള്ള വ്യൂസ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇപ്പൊ 2 മിനിറ്റ് മുന്നേ വരെ ഞങ്ങളുടെ കൊലം വേറെ ആയിരുന്നില്ലേ. തണുത്തിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഗ്ലൗവും തൊപ്പിയും ചെറിയ ജാക്കറ്റ്, ഫോൾ ജാക്കറ്റ് ഞങ്ങൾ എടുത്തിട്ട് പോകുന്നു. വെറുതെ എന്തിനാ, വയ്യാണ്ടാവണതല്ലേ. ഗൈസ്, ഫൈനലി ഞങ്ങൾ നടന്ന് ടവറിന്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി തരാം. മുകളിലേക്ക് കയറുന്ന കാഴ്ച ഞങ്ങൾ കാണിക്കുമല്ലോ കേട്ടോ. ടവർ ഗേറ്റ് ഈസ് ലോക്ക്ഡ് അറ്റ് 5:45. ഇവിടെ ആർക്കെങ്കിലും വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 5:45 വരണം. പിന്നെ രാവിലെ 5:45 മുന്നേ വരണം. രാവിലെ 9 മണിക്ക് ഓപ്പണിംഗ് ആവുള്ളൂ. സോ അതെ, ഞങ്ങൾ കയറിയിട്ട് ആദ്യത്തെ ഒരു ചെറിയൊരു വ്യൂയിലാണ് നിൽക്കുന്നത്. ഇനി മുകളിലേക്ക് കയറാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്നുള്ളൊരു വ്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടു നോക്കാം. എന്തായാലും കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ആകാശവും ആ ലേക്കും ആ മരങ്ങളുടെ കളറൊക്കെ നോക്കി നോക്കി നല്ല അടിപൊളി. കാനഡ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്യൂ കാണുന്നത്. എന്തായാലും ഇനി മുകളിലേക്ക് പോകാൻ പറ്റും. അവിടെ പോയിട്ട് നല്ല കിടിലും വ്യൂ കാണിച്ചു തരാം. ഇവരുടെയൊക്കെ കോലം കണ്ട. തണുപ്പത്ത് വരാൻ പറ്റിയ സ്ഥലം ഉണ്ടാ. ഇത് ഫുള്ള് കമ്പി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണത്. ഇതിമ്മ പിടിച്ച് മുകളിലേക്ക് കയറുമ്പോഴേക്കും ഉപ്പാടളക ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് മുകളിലേക്ക് പോട്ടെ.
അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പ് മോസ്റ്റിലെത്തി. അവിടെ ഒരു ക്യാബിൻ പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സേഫായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്യാബിൻ ആക്കിയേക്കണത്. ഞാനിപ്പോൾ കുറച്ചും കൂടെ കയറാനുണ്ട്, പക്ഷെ അതിന് മുന്നുള്ള വ്യൂസ് നോക്കിയേ. ഹരി അവിടെ മുകളിൽ കയറിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള വ്യൂസ് നോക്കി. അതിന് മുന്നുള്ള കിട്ടിൽ എന്ന് പറഞ്ഞാൽ കിട്ടില്ല വ്യൂസ് നോക്കിയാൽ. മരത്തിൻ്റെയൊക്കെ കളർ കണ്ട കറക്റ്റാണ് ഈ ഒരു ടൈം. കുറച്ചും കൂടെ പച്ചപ്പ് മാറി കളറാവാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഒക്ടോബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അടിപൊളിയായിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, അതിന് മുന്നേ ഇതൊക്കെ കൊഴിഞ്ഞു പോയി തീരുകയും ചെയ്യും കേട്ടോ. എന്തായാലും ഫോളിൽ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ഥലം കാണണം കേട്ടോ. ഹായ്, നമുക്ക് ഹലോ ഒക്കെ പറഞ്ഞിട്ട് ഹലോ ഹായ്. ഇവിടെ വന്ന് നമ്മൾ വീഡിയോ എടുക്കണുണ്ട്, അപ്പോൾ നമുക്ക് ഹലോ ഒക്കെ പറഞ്ഞിട്ട് നേരെ കൊച്ചൊക്കെ ഉണ്ട്. സോ ഗൈസ്, നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് അടിയിൽ ഇറങ്ങുമ്പോൾ പേടിയാവും തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും സെറ്റപ്പ് സ്ഥലം. സെറ്റപ്പ് എന്നൊന്നും പറഞ്ഞാൽ പോരാ. $18 പാർക്ക് ചെയ്തിട്ട് വേർത്തായിട്ടുള്ള സ്ഥലം തന്നെയുണ്ട് എന്തായാലും. സോ ഗൈസ്, ഞങ്ങൾ നല്ല ഫോട്ടോസ് ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ക്യാബിനാണ്, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫുള്ള് ചുറ്റും കാണാൻ പറ്റും. നല്ല തണുത്തായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി തണുത്തായിട്ട് അടിക്കുന്നുണ്ട്. അതെ, അപ്പോൾ വ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അവിടെ നിന്ന് 4 സ്ഥലമുണ്ട് നമ്മുടെ ലിസ്റ്റിൽ. എത്ര സ്ഥലം കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്തത് പിക്കബോ റോക്ക്. എന്തിട്ട് ഏതാണെന്നൊന്നും അറിഞ്ഞൂടാ, എന്തായാലും പോയി നോക്കി നോക്കാം. സോ ഗൈസ്, പിക്കബോ റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കല്ലിന്റെ മുകളിൽ നിന്നിട്ട് അതേ വ്യൂ ഒക്കെ തന്നെ കുറച്ചും കൂടെ വേറെ ആംഗിളിൽ നിന്ന് കാണാൻ പറ്റും ആ ഒരു സംഭവങ്ങൾ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതൊക്കെ എല്ലാവരും വന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ, സോ ഇവിടെ വരികയാണെങ്കിൽ 9 മണിക്കാണ് ഇത് ഓപ്പൺ ആവണത്. $18 പാർക്കിങ്. വൈകുന്നേരം 5:45 വരെ ഉള്ളൂ ടവറിൽ കയറാൻ പറ്റണത്. അപ്പം വേർത്താണ്. അപ്പോൾ വരാം, സ്ഥലങ്ങൾ കാണാം. മാക്സിമം ഒക്ടോബർ ഈ ടൈമിൽ വരാൻ നോക്കാം, എന്നാലേ കറക്റ്റ് ഫോൾ കളേഴ്സ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും പറ്റില്ല. ആ സ്റ്റീലിന്റെ ടവർ ഫുള്ള് സ്റ്റീൽ ഉണ്ടാവുമ്പോഴത്തേക്കണത് കൈയൊക്കെ തണുത്ത് ഭയങ്കര ഇതാവും, ഇല്ലാണ്ടാവും മാക്സിമം. അപ്പൊ തണുപ്പ് കുറച്ചുള്ളപ്പോ എന്തായാലും വന്ന് സ്ഥലങ്ങൾ കണ്ടു പോവാൻ നോക്കാം ഗൈസ്. അടുത്ത് നമ്മ ഇവിടുന്ന് ഒരു ഹൈക്കിംഗ് ട്രെയിലാണ് നോക്കി വെച്ചേക്കണത്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിഞ്ഞൂടാ, എന്തായാലും വണ്ടി കയറിട്ട് പറയാം. നമുക്ക് അടുത്ത കാണാം.